ഹായ് മക്കളെ, ഓൾറെഡി നമ്മൾ രണ്ടാമത്തെ GAB നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 26 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് GAB അല്ലേ. അപ്പോൾ ഒരുപാട് പേരുടെ GAB ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും കഴിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് 2 ഡേയ്സാണ് ബാക്കിയുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ August 1 and August 2. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ബാക്കി ആൾക്കാർക്കുണ്ടല്ലോ അവർക്കുള്ള സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ്, ആ സെൻറ്റേഴ്സിലെ എക്സാം ഡേറ്റ് ഏതൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ മെയിനായിട്ട് 3 സെൻറ്റേഴ്സാണ് ഉള്ളത്. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കാസർഗോഡുള്ള കുട്ടികളെ കുറിച്ചാണ്. അവർക്കുള്ളത് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഓക്കെ, അവിടെ എക്സാം ഡേറ്റ് ഓഗസ്റ്റ് 1 അപ്പോൾ ഓഗസ്റ്റ് 1 നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കാസർഗോഡുള്ള കുട്ടികൾക്കുള്ള എക്സാം വെക്കാം. ഓക്കെ, മക്കളെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് മലപ്പുറം ജില്ലയെക്കുറിച്ചാണ്. മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് എക്സാം നടക്കുന്നത് കോട്ടക്കൽ വെച്ചാണ്. ITPC സെൻറ്റർ കോട്ടക്കൽ, ആ ഒരു സെൻറ്ററിൽ വെച്ചാണ് എക്സാം നടക്കുക. ദെൻ ഡേറ്റ് ഓഗസ്റ്റ് 2 ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 1 കാസർഗോഡും ഓഗസ്റ്റ് 2 മലപ്പുറമാണ്. ഓക്കെ, അടുത്ത എനിക്ക് പറയാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ കുട്ടികൾക്കുള്ള എക്സാം സെൻറ്ററാണ് സെൻറ്റോസ് അസസ്മെൻറ്റ് സ്കൂൾ കുറ്റിക്കാടൂർ. അപ്പോൾ കുറ്റിക്കാടൂരുള്ള സെൻറ്റോസ് അസസ്മെൻറ്റ് സ്കൂളിലാണ് കോഴിക്കോട് ജില്ലക്കാർക്കുള്ള എക്സാം നടക്കുന്നത്. ആ ഡേറ്റ് ഓഗസ്റ്റ് 2 ഓക്കെ, അപ്പോൾ കാസർഗോഡ്, മലപ്പുറം, അതേപോലെ കോഴിക്കോട് ജില്ലക്കാർക്ക്, ഈ 3 ജില്ലക്കാർക്കാണ് എക്സാം ബാക്കിയുള്ളത്. അപ്പോൾ മക്കളെ ഡേറ്റ് ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്യാം. മലപ്പുറം, കോഴിക്കോട് ജില്ലക്കാർക്ക് ഓഗസ്റ്റ് 2 കാസർഗോഡ് ജില്ലക്കാർക്ക് ഓഗസ്റ്റ് 1 ഓക്കെ, അപ്പോൾ ഡേറ്റ് മറക്കണ്ട. എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് എക്സാം മാക്സിമം എന്ത് ചെയ്യുക, അടിപൊളിയാക്കി എഴുതുക. എല്ലാവരും 1ാം റാങ്ക് വരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.